നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിനെ പറ്റിയിട്ടാണ്. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് നമ്മൾക്ക് പരിശോധിക്കാം. അത് 48 മുതൽ 52 വരെയാണ്. 55-ൽ താഴെയാണ് ഗ്ലൈസെമിക് ഇൻഡെക്സ് എങ്കിൽ അതിനെ നമ്മൾ ലോ എന്നാണ് കണക്കാക്കുന്നത്. ഇനി നമ്മൾ അതിന്റെ വെയിറ്റ് നോക്കുക, നമ്മൾ എത്രയാണ് കഴിക്കാൻ പോകുന്നതെന്ന്. 100 ഗ്രാം ഡ്രാഗൺ ഫ്രൂട്ടിൽ 8 ഗ്രാം കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ അതിന്റെ ഗ്ലൈസെമിക് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഗ്ലൈസെമിക് ഇൻഡെക്സും നമ്മളുടെ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മളത് ഹരിക്കുക. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഉത്തരം 4 ആണ്. അതായത് അതിന്റെ ഗ്ലൈസെമിക് ലോഡ് വളരെ ലോ ആണ്. അത് മാത്രമല്ല, ഡ്രാഗൺ ഫ്രൂട്ടിലുള്ള വൈറ്റമിൻ സി കണ്ടന്റ് വളരെ അധികമാണ്, ഫൈബർ കണ്ടന്റും അധികമാണ്. അതിനകത്ത് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അത് ഹാർട്ട് അസുഖമുള്ളവർക്ക് വളരെ നല്ലതാണ്. പിന്നെ മാത്രമല്ല, ഇതിനകത്തുള്ള വാട്ടർ കണ്ടന്റ്, അതായത് ഹൈഡ്രേഷൻ വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ചൂടുകാലത്തൊക്കെ നമ്മുടെ ബോഡിയെ ഹൈഡ്രേറ്റ് ചെയ്യാനും ഈ ഫ്രൂട്ട് വളരെ സഹായിക്കുന്നു. അതുകൊണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് പ്രമേഹ രോഗികൾക്ക് പറ്റുന്ന ഉത്തമമായിട്ടുള്ളൊരു ഫ്രൂട്ടാണ്.